പ്രിയ സ്നേഹിതരെ, ഞാൻ ഫാദർ മന്ത്ര. യേശുക്രിസ്തുവിൻ്റെ ശാശ്വത പഠനങ്ങളും ആധുനിക നാഡീവിജ്ഞാനത്തിൻ്റെ ന്യൂറോ സയൻസ് അത്ഭുതകരമായ ഉൾക്കാഴ്ചകളും ഒന്നിച്ചു ചേരുന്ന TH മെഡിറ്റേഷൻ എന്നറിയപ്പെടുന്ന ഈ ധ്യാന മാർഗത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. TH മെഡിറ്റേഷൻ്റെ പ്രധാന ലക്ഷ്യം സുസ്ഥിരമായ ആരോഗ്യവും സമഗ്രമായ ക്ഷേമവും എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 5 മുതൽ 8 എന്നിവയെ അടിസ്ഥാനമാക്കി നാം ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോകുന്നു. വചനങ്ങൾ വായിച്ച് ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനത്തിൻ്റെ ഘടകങ്ങളെ സംയുക്തമായി അന്വേഷിക്കാം. മത്തായിയുടെ സുവിശേഷം അധ്യായം 6, 5 മുതൽ 8 വരെ തിരുവചനങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. പ്രിയ സ്നേഹിതരെ, പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശു ആദ്യം പറഞ്ഞത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നല്ല, മറിച്ച് പ്രാർത്ഥന എന്തല്ല എന്നതാണ്. കാരണം ചിലർക്ക് പ്രാർത്ഥന ധ്യാനം ഒരു പ്രകടനമായി തോന്നും. മറ്റു ചിലർക്ക് പ്രാർത്ഥന ഒരു സ്ഥല സംബന്ധമായ അനുഭവമായി തോന്നുന്നു. വേറെ ചിലർക്ക് പ്രാർത്ഥന അതിഭാഷണമായി തോന്നുന്നു. യേശു ഇവയെല്ലാം പൊളിച്ചെഴുതുകയാണ്. കാരണം തെറ്റായ ആശയങ്ങൾ നീക്കം ചെയ്യാതെ ശരിയായ ധ്യാനം ആരംഭിക്കുകയില്ല. ധ്യാനിക്കാൻ ഒരു സ്ഥലം ആവശ്യമാണ്. പക്ഷേ ഒരു നിമിഷം നാം സ്വയം ചോദിക്കണം, സ്ഥലം തന്നെയാണോ നമുക്ക് വേണ്ടി ധ്യാനിക്കുന്നത്? സ്ഥലം നമ്മെ സഹായിക്കാം, ശാന്തത നൽകാം, ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാം. എന്നാൽ ധ്യാനം നടക്കുന്നത് സ്ഥലത്തിനുള്ളിലല്ല, നമ്മുടെ ഉള്ളിലാണ്. നമുക്കിഷ്ടപ്പെടുന്ന ഒരു ദേവാലയത്തിൽ പോയി ധ്യാനിക്കാം. അവിടെയുള്ള മൗനം, വെളിച്ചം, സുഗന്ധം, പ്രാർത്ഥനയുടെ ഓർമ്മകൾ, ഇവയെല്ലാം നമ്മെ ധ്യാനത്തിലേക്ക് നയിക്കാൻ സഹായിക്കും. എന്നാൽ വീണ്ടും ചോദിക്കണം, ദേവാലയം തന്നെയാണോ നമുക്ക് വേണ്ടി ധ്യാനിക്കുന്നത്? ദേവാലയം നമ്മെ വിളിച്ചുയർത്തും. പക്ഷേ ധ്യാനം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ദേവാലയം ശബ്ദം കുറയ്ക്കും. പക്ഷേ ഉള്ളിലെ കലഹം ശമിപ്പിക്കേണ്ടത് നമ്മളാണ്. ധ്യാനത്തിനായി മറ്റുള്ളവരുടെ സഹായം നമുക്ക് തേടാം. ഒരു ഗുരുവിന്റെ വാക്കുകൾ, ഒരു സമൂഹത്തിന്റെ പിന്തുണ, ഒരു ക്രമരീതി, ഇവയെല്ലാം മാർഗനിർദ്ദേശങ്ങളാണ്. എന്നാൽ ധ്യാനം അത്യന്തം വ്യക്തിപരമായ ഒരു അനുഭവമാണ്. അത് മറ്റൊരാൾ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയുന്ന ഒന്നല്ല.
നമ്മളെ ആരെങ്കിലും സമൃദ്ധമായ ഒരു വിരുന്നിലേക്ക് ക്ഷണിച്ചാൽ ആ രുചി മറ്റൊരാൾ നമുക്ക് വേണ്ടി അനുഭവിക്കാൻ നമ്മൾ അനുവദിക്കുമോ? ആഹാരം നമ്മുടെ മുന്നിൽ ഉണ്ടാകാം, പക്ഷേ രുചിക്കണമെങ്കിൽ നാം തന്നെ ഭക്ഷിക്കണം. അതുപോലെ തന്നെയാണ് ധ്യാനവും. എനിക്ക് വേണ്ടി ആരെങ്കിലും ശ്വാസം എടുക്കുമോ? ശ്വാസം എടുക്കേണ്ടത് എത്ര വ്യക്തിപരമാണോ അത്രത്തോളം വ്യക്തിപരമാണ് ധ്യാനവും. അതൊരു ഓപ്ഷനല്ല, അതൊരു അവകാശമാണ്. മറ്റൊരാളോട് എനിക്ക് ഇത് ചെയ്തു തരൂ എന്ന് ചോദിക്കാനാകാത്ത അവകാശം. അതായത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മറ്റുള്ളവർ വഴി കാണിക്കും, പക്ഷെ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് നമ്മുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് സ്ഥലം സഹായിയാണ്, ദേവാലയം വഴികാട്ടിയാണ്, മറ്റുള്ളവർ സഹയാത്രികരാണ്. പക്ഷേ ധ്യാനം നടക്കുന്നത് നമ്മളിൽ തന്നെയാണ്. ഇവിടെയാണ് യേശു പഠിപ്പിച്ച ധ്യാനത്തിന്റെ ഘടന, അനാട്ടമി നാം മനസ്സിലാക്കേണ്ടത്. അത് ശരീരവും മനസ്സുമാണ്. ധ്യാന സമയത്ത് ശരീരവും മനസ്സും തന്നെയാണ് ദേവാലയം. ഈ ധ്യാനത്തിന് 3 ഘട്ടങ്ങളുണ്ട്, അഥവാ 3 പടികളാണുള്ളത്. ഒന്നാമത് മുറിയിലേക്ക് പോവുക, രണ്ടാമത് വാതിൽ അടയ്ക്കുക, മൂന്നാമത് മൗനം ഭക്ഷിക്കുക. ധ്യാനത്തിന്റെ ആദ്യ പടിയായ മുറിയിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. മുറിയിലേക്ക് പോകുക എന്നതിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സ്ഥലം മാറ്റമല്ല, ഒരു ശ്രദ്ധ മാറ്റമാണ്. ഇവിടെ പറയുന്ന മുറി കല്ലും മണലും സിമെന്റും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഭൗതിക മുറിയല്ല, ഏതെങ്കിലും ഇടവുമല്ല. ഈ മുറി നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഉള്ളറയാണ്. ഒന്ന്, ശരീരത്തിന്റെ മുറി, ദ റൂം ഓഫ് ദ ബോഡി. 2, മനസ്സിന്റെ മുറി, ദ റൂം ഓഫ് ദ മൈൻഡ്. ഈ 2 മുറികളെയും നാം തിരിച്ചറിയാതെ പോയാൽ പ്രാർത്ഥന ശബ്ദമായി മാറും, ഒരു ആചാരമായി ചുരുങ്ങും, ആഴമുള്ള അനുഭവം സംഭവിക്കുകയില്ല. ശബ്ദത്തിനു മുമ്പ് സാന്നിധ്യം, ആചാരത്തിനു മുമ്പ് ബോധം, അനുഭവത്തിനു മുമ്പ് ഉള്ളിലേക്കുള്ള ഒരു തിരിച്ചുവരവ്. അവിടെയാണ് പ്രാർത്ഥന വാക്കുകളല്ലാത്ത ജീവിതമായി മാറുന്നത്. പ്രിയ സ്നേഹിതരെ, അടുത്ത ഭാഗത്തിൽ നാം പഠിക്കുന്നത് എന്താണ് ശരീരത്തിൻ്റെ മുറി, അതിൻ്റെ ഉപമുറികളെ കുറിച്ചായിരിക്കും. നന്ദി.